നമസ്കാരം, ഞാൻ ഡോക്ടർ A.K വേണുഗോപാലൻ. നമ്മൾ പഠനത്തിന് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ, പഠന അന്തരീക്ഷം വേണം. ഈ പഠന അന്തരീക്ഷത്തിൽ എന്തൊക്കെ വേണം എന്നത് നമുക്കിന്ന് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നാമതായിട്ട് വേണ്ടത് നല്ല വായു സഞ്ചാരമുള്ള ഒരു മുറി, നല്ല വെന്റിലേഷനുള്ള മുറി. വായു സഞ്ചാരമുള്ള റൂമെന്ന് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. അതായത് ക്രോസ് വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. ഒരു ഭാഗത്തേക്കൂടെ എയർ എൻ്റർ ചെയ്താൽ വേറൊരു ഭാഗത്തേക്കൂടെ എയർ പുറത്തേക്ക് പോകുന്ന ക്രോസ് വെന്റിലേഷനിലെ മുറികളിലാണ് പഠിക്കാൻ ഏറ്റവും നല്ലത്. അതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഏത് കാർബോഹൈഡ്രേറ്റ് കഴിച്ചാലും നമ്മൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഗ്ലൂക്കോസായി മാറും. ഈ ഗ്ലൂക്കോസ് നമ്മൾ രക്തത്തിൽ കലരും, രക്തം അതിനെ വഹിച്ചുകൊണ്ട് ശരീരത്തിന് എല്ലാ കോശങ്ങളിലും എത്തിക്കും. അതുപോലെ നമ്മൾ എടുക്കുന്ന ഓക്സിജൻ, ഈ ഓക്സിജൻ നമ്മൾ ലങ്സിൽ നിന്ന് നേരെ രക്തത്തിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. രക്തം അതിനെ വെച്ച് ശരീരത്തിൻ്റെ ഓരോരോ കോശത്തിന് കൊണ്ടു കൊടുക്കും. അങ്ങനെ ഈ ഓക്സിജൻ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിന് ഓരോ കോശങ്ങളിൽ നിന്നും ഗ്ലൂക്കോസിന് ഓക്സിഡൈസ് ചെയ്യപ്പെടും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് മെറ്റാബോളിസം എന്ന് ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിലാണെങ്കിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ എന്ന് പറയും. ഈ ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ശരീരത്തിന് എനർജി ഉണ്ടാവും. ഈ എനർജിയാണ് നമ്മൾ പഠനത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ വായു സഞ്ചാരമില്ലാത്ത ഒരു മുറിയിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് നമ്മളിലേക്കുള്ള നല്ല ഓക്സിജൻ്റെ ശരീരത്തിൽ എത്തിച്ചേരുന്നതിൻ്റെ അളവ് കുറയുകയും നമ്മുടെ മെറ്റാബോളിസം കുറയുകയും നമ്മുടെ എനർജി ലോ ആയി മാറുകയും ഗ്രാസ്പ് ചെയ്യാനുള്ള പവർ കുറയുകയും ചെയ്യും. അതാണ് ഒന്നാമത്തെ പഠനത്തിന് വേണ്ട അന്തരീക്ഷം. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ ലൈറ്റ് എങ്ങനെ അറേഞ്ച് ചെയ്യണം. പഠിക്കാൻ ഏറ്റവും നല്ല ലൈറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശമാണ്. പകൽ വെളിച്ചത്തിൽ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പകൽ നമ്മൾ 1 മണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കുന്ന കാര്യം രാത്രി പഠിക്കുകയാണെങ്കിൽ 1.5 മണിക്കൂർ സമയമെടുക്കും. ഇനി രാത്രി പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഏതൊക്കെ ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് നല്ലത്? രാത്രി പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ട്യൂബ് ലൈറ്റ് ഉപയോഗിക്കുന്നതാണ്. ട്യൂബ് ലൈറ്റിൻ്റെ വിസരിത പ്രകാശമാണ് പഠിക്കാൻ ഏറ്റവും നല്ലത്. ഇനി അതല്ലെങ്കിൽ മിൽക്കി ബൾബ്, പാൽ ബൾബ് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഈ സാധനം പഠിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ LED ബൾബ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ CFN കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലൈറ്റും ഉപയോഗിക്കാം. പക്ഷേ ഇതെല്ലാം വെള്ള കളർ ഉപയോഗിക്കുന്നതാണ് കണ്ണിന് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ പഠിച്ചൂടാത്ത തരം ലൈറ്റുകളുണ്ട്. അതായത് പണ്ടത്തെ ഒരു ബൾബ്, ഫിലമെന്റിലെ ബൾബിൻ്റെ പ്രകാശത്തിൽ പഠിക്കുന്നത് കണ്ണിന് നല്ലതല്ല. അതുപോലെ തന്നെ ഈ ബ്രൈറ്റ് ലൈറ്റിൽ പഠിക്കുന്നത് നന്നല്ല. വളരെ അമിതമായ പ്രകാശത്തിൽ ബ്രൈറ്റ് ലൈറ്റിൽ പഠിക്കുന്നത് നല്ലതല്ല. അതുപോലെ വളരെ ഡിം ലൈറ്റിൽ പഠിക്കുന്നതും നല്ലതല്ല. അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി ടേബിൾ ലാമ്പ് ഉപയോഗിക്കാറുണ്ട്. ഈ ടേബിൾ ലാമ്പ് ഉപയോഗിക്കുമ്പോഴുള്ള കുഴപ്പം എന്താ വെച്ചാൽ ടേബിൾ ലാമ്പിന് പവർഫുൾ ലൈറ്റ് നമ്മൾ പഠിക്കുന്ന കടലാസിൽ വീഴുകയും അത് അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളെ കണ്ണിൽ തട്ടുകയും ചെയ്യും. അത് നമ്മളെ കണ്ണിന് കേടുവരുത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ 4 സാധനവും പഠിക്കാൻ ഉപയോഗിക്കുന്നത് നന്നല്ല. 1 ഫിലമെന്റ് കാണുന്ന ബൾബ്, 2 ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്, ഡിം ആയിട്ടുള്ള ലൈറ്റ്, അതുപോലെ തന്നെ ടേബിൾ ലാമ്പ്. ഈ 4 ലാമ്പ് ഉപയോഗിച്ച് പഠിക്കുന്നത് അത്ര നല്ലതല്ല. ഇനി ലൈറ്റ് ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യണം അത് വളരെ പ്രധാനമാണ്. കാരണം നമ്മളിപ്പോൾ വലത്ത് കൈ കൊണ്ടാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിന്ന് ലൈറ്റ് കടലാസിലേക്ക് പതിയേണ്ടത്. ഇനി ഇടത്ത് കൈ കൊണ്ട് എഴുതുന്ന ആളാണെങ്കിൽ ടോപ്പ് റൈറ്റ് കോർണറിൽ നിന്നാണ് കടലാസിലേക്ക് ലൈറ്റ് പതിയേണ്ടത്. അത് നമ്മൾ ഇപ്പോൾ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് പറഞ്ഞാൽ കസേര തിരിച്ചിട്ടിട്ട് അതിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതിന് ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ നമ്മൾ പഠിക്കുന്ന സ്ഥലം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. എല്ലാ ദിവസവും നമ്മൾ വീട്ടിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക മുറി പഠിക്കാനായിട്ട് നമ്മൾ മാറ്റി വെക്കണം. ആ പഠിക്കുന്ന മുറി വളരെ സീക്രട്ട് ആയിരിക്കണം. ആ പഠിക്കുന്ന മുറി നല്ല ക്ലീൻ ആയിരിക്കണം, നീറ്റ് ആയിരിക്കണം. നമ്മളിപ്പോൾ പൂജാമുറിയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൻ്റെ ആ സെറ്റപ്പ് മാറിപ്പോകും. അതുപോലെ നമ്മൾ പഠിക്കുന്ന മുറിയിൽ കയറിയാൽ നമ്മളെ മൈൻഡ് സെറ്റ് ഒരു പഠനത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് മാറണം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന റൂം അത്രയും നല്ല ക്ലീൻ നീറ്റ് ആക്കി വെക്കണം. അതുപോലെ ഈ ഒരു റൂം പോലെ നമുക്ക് പുറത്ത് ടെറസിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒരു സ്ഥലം സെറ്റ് ചെയ്യാം പഠിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഓപ്പൺ ടെറസ്, ശുദ്ധവായു ശ്വസിച്ചുകൊണ്ടുള്ള. ഇതാണ് ഈ പഠിക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ട സ്ഥലത്തിൻ്റെ പ്രത്യേകത. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പഠിക്കുമ്പം ഏത് രീതിയിൽ ഇരിക്കണം. പഠിക്കുമ്പോൾ എപ്പോഴും ഇരിക്കുമ്പോൾ നട്ടെല്ല് നീർത്തിയിരിക്കാൻ പാടുള്ളൂ. കാരണം നട്ടെല്ല് നീർത്തിയിരിക്കുന്ന സമയത്ത് നമ്മൾ തലച്ചോറിലേക്ക് കൂടുതൽ രക്തത്തിൻ്റെ സപ്ലൈ ഉണ്ടാവുകയും തലച്ചോറ് വളരെ നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും നമ്മുടെ കോൺസെൻട്രേറ്റിംഗ് പവറും ഗ്രാസ്പിംഗ് പവറും അണ്ടർസ്റ്റാൻഡിങ് പവറും എല്ലാം കൂടുകയും ചെയ്യും. എത്രമാത്രം നട്ടെല്ലിങ്ങനെ കുനിയുന്നോ അത്രയും നമ്മുടെ ബ്ലഡിൻ്റെ തലയിലേക്കുള്ള പ്രവാഹത്തിന് കുറവ് വരികയും നമ്മുടെ ഗ്രാസ്പിംഗ് പവർ കുറയുകയും ചെയ്യും. നമ്മൾ കുട്ടികളുടെ സാധാരണ കിടന്നിട്ട് വായിക്കും. ഈ കിടന്നിട്ട് വായിക്കുന്ന ഒട്ടും നന്നല്ല. കാരണം കിടന്നിട്ട് വായിക്കുന്ന സമയത്ത് നമ്മൾ മൈൻഡ് സെറ്റ് ഗ്രാസ്പിംഗ് പവർ വളരെ കുറവായിരിക്കും. അപ്പോൾ ഒരുപാട് സമയം വേസ്റ്റ് ആവും ചെറിയൊരു കാര്യം പഠിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ കിടന്ന് പഠിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. എന്നും നട്ടൽ നീർത്തിയിരുന്ന് പഠിക്കുക. പിന്നെ പഠിക്കുമ്പോൾ പുസ്തകത്തിൻ്റെ ഡിസ്റ്റൻസ് ഒരു 25 സെൻറ്റിമീറ്ററിനും 33 സെൻറ്റിമീറ്റർ കണ്ണെന്ന് പിടിച്ചിട്ടായിരിക്കണം പുസ്തകം വായിക്കേണ്ടത്. ഇതാണ് നമ്മൾ ഈ സിറ്റിംഗ് പോസ്റ്ററിനെ പറ്റി ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏത് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞിട്ട്
നമ്മൾ പഠിക്കണം. ഇപ്പം പഠനങ്ങൾ പറയുന്നത് ഏറ്റവും നല്ലത് സൂര്യപ്രകാശത്തിന് അഭിമുഖമായിട്ട് ഇരുന്ന് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ്. ഇപ്പോൾ രാവിലെയാണ് പഠിക്കുന്നത്, കിഴക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട്, ഫേസ് കിഴക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട് നമുക്ക് പഠിക്കാം. വൈകുന്നേരമാണ് പഠിക്കുന്നതെങ്കിൽ സൂര്യപ്രകാശം പടിഞ്ഞാറുന്ന് വരും, അപ്പോൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്നിട്ട് നമുക്ക് പഠിക്കാം. പിന്നീട് നമ്മൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭക്ഷണം കഴിച്ചിട്ട് പഠിക്കണോ ഭക്ഷണം കഴിക്കാണ്ട് പഠിക്കണോ എന്നുള്ളത്. അപ്പോൾ ഈ ഭക്ഷണം എന്ന് പറയുന്ന സാധനം, വയറ് നിറച്ചും ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പഠിക്കാനിരുന്നാൽ നമ്മളെ തലച്ചോറിലേക്ക് പോകേണ്ട രക്തവും കൂടി നമ്മളെ സ്റ്റൊമക്കിലേക്ക് പോവുകയും നമുക്ക് ഒരു അലസത, ഒരു മന്ദത ഫീൽ ചെയ്യുകയും നമ്മുടെ ഗ്രാസ്പിംഗ് പവറും കോൺസെൻട്രേഷനും വളരെ കുറയുകയും ചെയ്യും. അത് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു നല്ല കല്യാണ സദ്യ ഉണ്ട്, നല്ല കല്യാണ സദ്യ പ്രഥമനും നല്ല വിഭവങ്ങളെല്ലാം കൂട്ടി നന്നായിട്ട് വയറ് ഫുൾ തിന്നു. അങ്ങനെ വയറ് ഫുൾ തിന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കന്ന് ഒരു വസ്തു പഠിക്കാൻ വേണ്ടി പറ്റില്ല, ആ ദിവസം വേസ്റ്റ് ആവും. കാരണം നമ്മൾ ബ്രെയിനിലേക്ക് പോകേണ്ട ബ്ലഡും കൂടി, അതിൻ്റെ വലിയൊരു ശതമാനം ബ്ലഡ് സ്റ്റൊമക്കിലേക്ക് പോകും ഇതിൻ്റെ ദഹനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ തന്നെ നല്ല വിശപ്പുണ്ട്, നമ്മൾ അഡ്രിനൽ ഗ്ലാൻഡ്സിൽ നിന്ന് നോർ അഡ്രിനാലിൻ എന്നൊരു ഹോർമോൺ റിലീസ് ഉണ്ടാവും. ഇത് നമ്മുടെ കോൺസെൻട്രേഷൻ ഇല്ലാണ്ടാവും. എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ അമിതമായ വിശപ്പുണ്ടാകുമ്പോൾ നമുക്ക് പഠിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഏതാണ് ഏറ്റവും നല്ലത്? ഭക്ഷണം അരവയറ് കഴിച്ചിട്ട് പഠിക്കാനിരിക്കുകയാണെങ്കിൽ നല്ല ഊർജ്ജസ്വലതയോടെ, നല്ല എനർജറ്റിക്കായിട്ട്, നന്നായിട്ട് ഫോക്കസ് ചെയ്ത്, നല്ല കോൺസെൻട്രേഷനോടെ നമുക്ക് ഈ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെ നല്ലൊരു പഠന അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.